ഹായ് ഹലോ വെൽക്കം എവ്രി വൺ. ഇന്നലെ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 1 ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. അതിൽ നമ്മൾ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവറും പോളിനേഷനും നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ചാപ്റ്ററിലെ ബാക്കി വരുന്ന ടോപ്പിക്സ് ആണ്. ഈ ടോപ്പിക്സോടുകൂടി ഈ ചാപ്റ്റർ തീരും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഔട്ട് ബ്രീഡിങ് ഡിവൈസസ്, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ, ഡബിൾ ഫെർട്ടിലൈസേഷൻ, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ സ്ട്രക്ചേഴ്സ് ആൻഡ് ഈവൻറ്റ്സ്, അപ്പോമിക്സിക്സ് ആൻഡ് പോളി എംബ്രിയോണി. ഈ ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇന്നലത്തെ ടോപ്പിക്കിനേക്കാളും എളുപ്പമുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്സ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ചാപ്റ്റർ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് എന്താണെന്ന് നോക്കാം. സോ ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് എന്താണ് എന്നറിയുന്നതിന് മുൻപേ എന്തിനാണ് ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. സോ അതിന് നമ്മൾ ഹെർമാഫ്രൊഡൈറ്റ് ഫ്ലവേഴ്സ് എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. സോ ഹെർമാഫ്രൊഡൈറ്റ് ഫ്ലവേഴ്സ്, അത് കഴിഞ്ഞ പാർട്ടിൽ പോളിനേഷൻ എന്താണെന്ന് കണ്ടിട്ടുള്ളവർക്ക് അത് വേഗം മനസ്സിലാവും. സോ ഇത്രയേ ഉള്ളൂ. ഒരു ഫ്ലവർ എടുത്താൽ നമുക്ക് ഫ്ലവറിൻ്റെ മെയിൽ പാർട്ടിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ആൻഡ് ഫീമെയിൽ പാർട്ടിനെ ഞാൻ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണം കേട്ടോ. സോ ഒരു ഫ്ലവറിൽ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് ഉണ്ടെങ്കിൽ ആ ഫ്ലവറിൽ സെൽഫ് പോളിനേഷൻ അഥവാ ഓട്ടോഗമി നടക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഫ്ലവറിലെ തന്നെ മെയിൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് പാർട്സ് തമ്മിൽ പോളിനേഷൻ നടക്കാറുണ്ട്, സാധ്യതയുണ്ട്. അങ്ങനെ ഒരേ പ്ലാന്റിലെ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഒരുപാട് തവണ പോളിനേഷൻ നടന്നാൽ ആ ഫ്ലവർ അതിൻ്റെ ഗ്രോത്ത് പ്രോപ്പറായിട്ട് നടക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അത് കേട്ടിട്ടുണ്ടാവും, ഒരു ഫ്ലവർ മുരടിച്ചു പോവുക എന്നുള്ള ഒരു ടേമൊക്കെ അല്ലേ. അതിൻ്റെ ഇംഗ്ലീഷ് ടേമായിട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്, ഇൻ ബ്രീഡിങ് ഡിപ്രഷൻ. സോ അങ്ങനെ കുറേ തവണ ഒരേ ഫ്ലവറിൽ സെൽഫ് പോളിനേഷൻ അഥവാ ഓട്ടോഗമി നടന്നാൽ ആ ഫ്ലവറിന് ഇൻബ്രീഡിങ് ഡിപ്രഷൻ നടക്കാനും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. സോ ഈ ഇൻബ്രീഡിങ് ഡിപ്രഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. സോ ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. സോ ഫസ്റ്റുള്ള ഔട്ട് ബ്രീഡിങ് ഡിവൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഔട്ട് ബ്രീഡിങ് മെത്തഡ് എന്ന് പറയുന്നത് അവോയ്ഡ് സിൻക്രണി. അപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടാവും, സിൻക്രണി എന്ന് പറയുന്ന ടേമിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത്. സോ അത് എളുപ്പമാണ്. ഒരു ഫ്ലവർ നമ്മളെടുത്താൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഫ്ലവറിന് മെയിൽ പാർട്ട് ഉണ്ടാവും, അതേപോലെ ആ ഫ്ലവറിനൊരു ഫീമെയിൽ പാർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. സോ നമുക്കറിയാം മെയിൽ പാർട്ടാണ് പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്നത്. അതേപോലെ ഫീമെയിൽ പാർട്ടിലാണ് നമ്മൾ പറഞ്ഞു സ്റ്റിഗ്മ ഉണ്ട്, സ്റ്റൈൽ ഉണ്ട്, ഓവറി ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സോ സിൻക്രണി എന്താണെന്ന് വെച്ചാൽ മെയിൽ പാർട്ട് പോളൻ റിലീസ് ചെയ്യുന്ന സമയവും ആ ഫീമെയിൽ പാർട്ടിലെ സ്റ്റിഗ്മ ആ പോളൻ ഗ്രെയിനെ റിസീവ് ചെയ്യാൻ ക്യാപ്പബിൾ ആവുന്ന സമയവും ഒന്നാകാതിരിക്കുക. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിൻക്രണി എന്ന് പറയുന്നത്. സോ ഈ സിൻക്രണി നമ്മൾ അവോയ്ഡ് ചെയ്യാതാൽ ഇത് റിലീസ് ചെയ്യുന്ന സമയവും ഈ സ്റ്റിഗ്മ അത് റിലീസ് ചെയ്യാൻ ക്യാപ്പബിൾ ആവുന്ന സമയവും ഡിഫറെൻ്റ് ആണെങ്കിൽ അവിടെ പോളിനേഷൻ അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ നടക്കത്തില്ല. സോ ഇതാണ് ഒരു മെത്തേഡ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ തടയാൻ വേണ്ടിയിട്ട്. സോ സെക്കൻഡ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, ഒരു ഫ്ലവർ നമ്മളെടുത്താൽ അതിലെ മെയിൽ പാർട്ട് ഇതതിൻ്റെ മെയിൽ പാർട്ട്, ഇത് ആ ഫ്ലവറിൻ്റെ ഫീമെയിൽ പാർട്ട്. ഈ മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ട് ഓഫ് എ ഫ്ലവറും പരമാവധി ഡിസ്റ്റൻസിലായിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഒരുപാട് ദൂരത്തിലാണെങ്കിൽ അവർക്ക് സെൽഫ് പോളിനേഷൻ നടക്കാനുള്ള സാധ്യത കുറവാണ്. ഇവിടെയൊക്കെ നോക്കി മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് അടുത്തടുത്താണ് ഫ്ലവറിൻ്റെ, പക്ഷേ ഇവിടെ മെയിൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് പാർട്ട് ഒരുപാട് ദൂരെയാണ്. സോ അവിടെ സെൽഫ് പോളിനേഷൻ നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ ഈ ഒരു മെത്തേഡ് വഴിയും നമുക്ക് ഇൻബ്രീഡിങ് ഡിപ്രഷൻ തടയാൻ വേണ്ടി പറ്റും. ഓക്കെ, ആൻഡ് തേർഡ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് സെൽഫ് കമ്പാക്റ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. സെൽഫ് കമ്പാക്റ്റബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ നമ്മൾ ഈ പാഠത്തിൻ്റെ പാർട്ട് 1 പറഞ്ഞ ഒരു പോർഷൻ നമുക്ക് ഒന്നുകൂടി ഓർത്തെടുക്കാം. നമ്മളതിൽ പറഞ്ഞിരുന്നു, ഒരു പോളൻ ഗ്രെയിൻ എടുത്താൽ അതിന് എക്സൈൻ പാർട്ട് കാണും, ഇത് അതിൻ്റെ ഇൻറ്റേൺ പാർട്ട്, പിന്നെ ഉള്ളിലായിട്ട് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്ന ഈ ഒരു ലെയറും ഉണ്ടെന്ന് പറഞ്ഞു. സോ ഈ എക്സൈൻ പാർട്ടിൽ ഞാൻ പറഞ്ഞു ചില സ്ഥലത്ത് നമുക്ക് സ്പോറോപൊളിൻ, ഇവിടെയൊക്കെ സ്പോറോപൊളിനുണ്ട്. ഈ സ്പോറോപൊളിൻ ഇല്ലാത്ത ഗ്യാപ്പ് ഇട്ടേക്കുന്ന ഈ സ്ഥലങ്ങൾ അതിന് നമ്മൾ ജേം പോർ എന്ന് വിളിക്കുമോ ഞാൻ പറഞ്ഞു.
ഫ്ലവറിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ജേം പോർ എന്ന് പറയുന്ന ഈ ഒരു ഗ്യാപ്പിട്ട പോർഷൻ ഇതൊക്കെ ജേം പോറാണ്. ഈ ജേം പോറിൽ നിന്നാണ് പോളൻ ഗ്രെയിനിൻ്റെ പോളൻ ട്യൂബ് ഡെവലപ്പായി വരുന്നത്. സോ ഇനി നമുക്ക് ഇൻകമ്പാക്റ്റബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. സോ നമ്മൾ പറഞ്ഞു ഇത് നമ്മുടെ ഒരു ഫ്ലവറാണ്. ആ ഫ്ലവറിൽ നമുക്ക് മെയിൽ പാർട്ട് ഓഫ് ദി ഫ്ലവർ ഉണ്ടെന്ന് പറഞ്ഞു. ദിസ് ഈസ് മെയിൽ പാർട്ട് ഓഫ് ദി ഫ്ലവർ. ഇത് നമ്മുടെ ഫീമെയിൽ പാർട്ട് ഓഫ് ദ ഫ്ലവർ ആണെന്ന് പറഞ്ഞു. സോ ഈ മെയിൽ പാർട്ട് പോളൻ ഗ്രെയിനിനെ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഈ പോളൻ ഗ്രെയിൻ ഇവിടെ എത്തിക്കഴിയുമ്പോൾ പോളൻ ഗ്രെയിനിന് ഞാൻ പറഞ്ഞു ജേം പോറ് വഴി പോളൻ ഗ്രെയിനിന് പോളൻ ട്യൂബ് ഡെവലപ്പായി വരും. അപ്പോൾ ഈ പോളൻ ഗ്രെയിൻ്റെ അകത്ത് ഓൾറെഡി വെജിറ്റേറ്റീവ് സെൽസ് ഇവിടെ ഉണ്ട്. ജനറേറ്റീവ് സെൽസ് ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗമേറ്റ്സ് ഇങ്ങനെ ഫോം ചെയ്തിട്ടുണ്ട്. സോ ഈ മെയിൽ ഗമേറ്റ്സ് പോളൻ ഗ്രെയിനിൽ പോളൻ ട്യൂബ് വഴിയാണ് ഈ സ്റ്റിഗ്മയിലൂടെയും സ്റ്റൈലിലൂടെയും ഓവറിയിലൂടെയൊക്കെ എത്തി ഇവിടെ വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. പക്ഷേ ഈ ഒരു പോളൻ ട്യൂബ് ഇതാണല്ലേ, ഈ പോളൻ ട്യൂബിനെ നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ, സിസറൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മെയിൽ ഗമേറ്റ്സിന് ഇവിടെ എത്താൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കത്തില്ല. സോ ആ പോളൻ ട്യൂബിനെ കട്ട് ചെയ്ത് നമ്മൾ ഈ ഫെർട്ടിലൈസേഷൻ തടയാൻ വേണ്ടി നടത്തുന്ന ഈ ഒരു പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ സെൽഫ് ഇൻകമ്പാക്റ്റബിലിറ്റി എന്ന് പറയുന്നത്. സോ ഇങ്ങനെ നമുക്ക് സെൽഫ് പോളിനേഷൻ അഥവാ ഓട്ടോഗമി അവോയ്ഡ് ചെയ്ത് ഇൻബ്രീഡിങ് ഡിപ്രഷൻ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി യൂസ് ചെയ്യാൻ പറ്റുന്ന 4th മെത്തേഡ് എന്ന് പറയുന്നത് സെൽഫ് പോളിനേഷൻ തടയാൻ വേണ്ടി നമുക്ക് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു ഫ്ലവറിൽ ഒന്നെങ്കിൽ മെയിൽ പാർട്ട് മാത്രമേ ഉണ്ടാവാൻ വേണ്ടി പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു ഫ്ലവറിൽ ഫീമെയിൽ പാർട്ട് മാത്രമേ ഉണ്ടാവാൻ വേണ്ടി പാടുള്ളൂ. സോ ഇങ്ങനെ ഒരു ഒരു സെയിം പ്ലാന്റിലെ തന്നെ 2 ഫ്ലവർ എടുക്കാം. അതിൽ ഒരു ഫ്ലവറിൽ മെയിൽ പാർട്ട് മാത്രമേ ഉള്ളൂ, ഒരു ഫ്ലവറിൽ ഫീമെയിൽ പാർട്ട് മാത്രമേ ഉള്ളൂ. സോ ഇങ്ങനെയാകുമ്പോൾ ഇവിടെ നമുക്കുള്ള ഗുണം എന്താ, ഈ ഫ്ലവറിന് സ്വന്തമായിട്ട് ഫീമെയിൽ പാർട്ട് ഇല്ല. സോ ഈ പ്ലാന്റിന് ഇവിടെ മെയിൽ പാർട്ട് ഫീമെയിൽ പാർട്ട് ഇല്ലാത്തതുകൊണ്ട് സെൽഫ് പോളിനേഷൻ നടക്കത്തില്ല. സോ എങ്ങനെയാണെങ്കിലും ക്രോസ് പോളിനേഷനേ നടക്കത്തുള്ളൂ. ഈ ഒരു മെത്തേഡ് നമുക്കിവിടെ യൂസ് ചെയ്യാം. കാരണം ഒരു പ്ലാന്റിന് ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ, ഈ പ്ലാന്റിന് മെയിൽ പാർട്ട് മാത്രമേ ഉള്ളൂ. ഇനി ഈ പ്ലാന്റ് നോക്കൂ, ഫീമെയിൽ പാർട്ട് മാത്രമേ ഇപ്പോൾ വരുന്നു, ഇതിന് സ്വന്തമായിട്ട് മെയിൽ പാർട്ടില്ല. സോ ഇവിടെ സെൽഫ് പോളിനേഷൻ നടക്കാൻ വേണ്ടി പറ്റത്തില്ല. വേറൊരു ഫ്ലവറിലെ മെയിൽ പാർട്ടുമായിട്ട് ഇതിന് പോളിനേഷൻ നടത്തേണ്ടി വരുന്നു. സോ ഇവിടെയും സെൽഫ് പോളിനേഷൻ നമുക്ക് നടക്കുന്നില്ല. അങ്ങനെ ഇൻബ്രീഡിങ് ഡിപ്രഷൻ നമുക്ക് തടയാൻ വേണ്ടി പറ്റും. ഇനി യൂണിസെക്ഷൽ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതിന് തന്നെ നമുക്ക് വേറൊരു മെത്തഡ് കൂടിയുണ്ട്. സോ നമുക്ക് 2 പ്ലാന്റ്സ് കൺസിഡർ ചെയ്യാം. ഇതൊരു പ്ലാന്റ്. ഈ ഒരു പ്ലാന്റ്സിലെ എല്ലാ ഫ്ലവേഴ്സിനും മെയിൽ പാർട്ട് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. എല്ലാ ഫ്ലവേഴ്സിനും മെയിൽ പാർട്ട് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെയുള്ള ഫ്ലവേഴ്സ്, ഈ ഒരു പ്ലാന്റിലുള്ള എല്ലാ ഫ്ലവേഴ്സിനും ഫീമെയിൽ പാർട്ട് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ സെൽഫ് പോളിനേഷൻ നടക്കത്തില്ല. കാരണം ഈ ഫ്ലവറിനും സ്വന്തമായിട്ട് ഫീമെയിൽ പാർട്ടില്ല. അതേപോലെ ഈ ഫ്ലവറും ഇത് വേറെ പ്ലാന്റിലുള്ളതാണ്, അവർക്ക് സ്വന്തമായിട്ട് മെയിൽ പാർട്ടും ഇല്ല. അപ്പോൾ ഇവിടെയും ക്രോസ് പോളിനേഷൻ നടക്കാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. ഇവിടെയും സെൽഫ് പോളിനേഷൻ നടക്കുന്നില്ല. അങ്ങനെ ഇൻബ്രീഡിങ് ഡിപ്രഷൻ നമുക്ക് ഇവിടെയും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. സോ ഇവിടെ 2 നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു ടേം ഉണ്ട്. ഒരേ പ്ലാന്റിലെ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സിന് ഏതെങ്കിലും ഒരു റീപ്രൊഡക്റ്റീവ് പാർട്ടേ ഉള്ളൂ. അങ്ങനെയുള്ള ഫ്ലവേഴ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മൊണോഷ്യസ് ഫ്ലവേഴ്സ്. ഇതിന് ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് കാസ്റ്റർ, മേസ്, ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾസ്. സോ പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരേ പ്ലാന്റിലെ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ്, അതിനെല്ലാം സെയിം ടൈപ്പ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസേ ഉള്ളൂ. ഇവിടെ എല്ലാവരും മെയിലാണ്. സോ ഈ ഒരു പ്ലാന്റ് എടുത്താൽ ഈ ഫ്ലവറിലെ എല്ലാവരും ഫീമെയിലാണ്. സോ ഇങ്ങനെ 2 ഡിഫറെൻറ്റ് പ്ലാന്റ്സിൽ ഡിഫറെൻറ്റ് സെക്സസ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഫ്ലവേഴ്സിനെ ഡയോഷ്യസ് ഫ്ലവേഴ്സ് എന്ന് വിളിക്കും. ഡയോഷ്യസ് പ്ലാന്റ്സ്, അതിന് എക്സാമ്പിളാണ് പപ്പായ. സോ ഇവിടെ
ഒരു പ്ലാന്റിലെ തന്നെ ഒരു ഫ്ലവറിന് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് മാത്രം, മറ്റൊരു ഫ്ലവറിന് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് മാത്രം. അത്തരത്തിലുള്ള ഫ്ലവേഴ്സ് മോണോഷ്യസ്. പക്ഷേ ഇവിടെ ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആണ്. അതിൽ ഒരു പ്ലാന്റിൽ മെയിൽ പാർട്ട് മാത്രമേ ഉള്ളൂ, മറ്റേ പ്ലാന്റിൽ ഫീമെയിൽ പാർട്ട് മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ള പ്ലാന്റ്സ് ഡയോഷ്യസ് പ്ലാന്റ്സ് എന്ന് വിളിക്കും. എക്സാമ്പിൾ പപ്പായ. സോ ഈ പാർട്ട് നമ്മുടെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ള ഒരു പോർഷനാണ്. ഏതൊക്കെയാണ് ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് എന്ന് ചോദിക്കാറുണ്ട്. സോ ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അവോയ്ഡ് സിൻക്രണി ഇൻ പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റെസപ്റ്റിവിറ്റി, അറേഞ്ച് പോളൻ ആൻഡ് ദ ഫീമെയിൽ പാർട്ട് ഓഫ് ദി ഫ്ലവർ അറ്റ് മാക്സിമം ഡിസ്റ്റൻസ്, third method self-incompatibility, and fourth method production of unisexual flowers. അടുത്ത് നമുക്ക് ഈ ചാപ്റ്ററിൽ കൊടുത്തേക്കുന്ന ടോപ്പിക്ക് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്നുള്ളതാണ്. സോ ഈ പേരിങ്ങനെ വലിയ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. സോ ടോപ്പിക്ക് ഭയങ്കര എളുപ്പമാണ്. അത് മാത്രമല്ല നിങ്ങളിത് ഒരുപാട് കണ്ടിട്ടുള്ള ഒരു പ്രോസസ്സ് കൂടിയിട്ടാണ്. നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ 10 മണി ചെടികളൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളേഴ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, റോസും യെല്ലോ ഒക്കെ. സോ നമുക്ക് വേണ്ട ഒരു പുതിയ കളറ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ 2 കളേഴ്സിനെ തമ്മിൽ ക്രോസ് ചെയ്തിട്ട് പുതിയൊരു കളറ് ഉള്ള 10 മണിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന മെത്തേഡ്. അങ്ങനെ നമുക്ക് വേണ്ട എന്താണോ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡിനെയാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന പേരിട്ട് ഉപയോഗിക്കുന്നത്. സോ ഈ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ്റെ 3 സ്റ്റെപ്സ് ആണുള്ളത്. ഒന്ന് ഇമാസ്കുലേഷൻ, പിന്നെ ബാഗിങ്, ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നത് റീബാഗിങ്. ഈ 3 മെത്തേഡ്സ് ആണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്കിതിൽ ഇമാസ്കുലേഷൻ എന്താണ് എന്നുള്ളത് നോക്കാം. സോ ഇമാസ്കുലേഷൻ ഭയങ്കര സിമ്പിളാണ്. നേരത്തെ പഠിച്ച ടോപ്പിക്കിനോട് കണക്ട് ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഇമാസ്കുലേഷനും. ഒരു ഫ്ലവർ എടുത്താൽ ആ ഫ്ലവറിൽ നമ്മുടെ മെയിൽ പാർട്ടുണ്ട്, അതുപോലെ തന്നെ ഫീമെയിൽ പാർട്ടും ഉണ്ടെങ്കിൽ അതിലെ മെയിൽ പാർട്ടിൽ നമുക്കറിയാം, മെയിൽ പാർട്ടിൽ എന്തൊക്കെയുള്ളത്, ആന്തറും ഫിലമെൻറ്റും ചേരുന്നതാണ് മെയിൽ പാർട്ട് അല്ലേ. അതുപോലെ തന്നെ സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി ഇത് 3 ചേരുന്നതാണ് ഫീമെയിൽ പാർട്ട്. സോ നമ്മുടെ മെയിൽ പാർട്ടിലെ ആന്തർ പൊട്ടിയാണ് അതിൽ നിന്ന് പോളൻ ഗ്രെയിൻ ഇവിടെ വന്ന് സ്റ്റിക്ക് ചെയ്തിട്ടാണ് ബാക്കി വരുന്ന ഫെർട്ടിലൈസേഷനും പ്രോസസ്സൊക്കെ നടക്കുന്നത്. സോ ഈ ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻ പൊട്ടി പുറത്ത് വരുന്നതിന് മുന്നേ ഈ ആന്തറിനെ നമ്മളൊരു സീസർ ഉപയോഗിച്ചങ്ങ് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ പിന്നെ പോളൻ ഗ്രെയിൻ ഇവിടെ നിന്ന് റിലീസ് ആകത്തുമില്ല, ഇവിടെ വന്ന് വീഴത്തുമില്ല. സോ ആ ഒരു പ്രോസസ്സിനെയാണ് ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. സോ അപ്പം ഇമാസ്കുലേഷൻ നടത്തി കഴിയുമ്പം നമ്മുടെ ഫ്ലവർ എങ്ങനെ ഉണ്ടാവും, ഇതാണ് നമ്മുടെ ഫ്ലവർ. ഇപ്പോൾ ഫ്ലവറിൽ ഫീമെയിൽ പാർട്ട് ഉണ്ടാവും, മെയിൽ പാർട്ടിനെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു, മെയിൽ പാർട്ടില്ല. ഇതാണ് ഇമാസ്കുലേഷൻ നടത്തി കഴിയുമ്പോഴുള്ള ഫ്ലവറിൻ്റെ അവസ്ഥ. സോ ഇങ്ങനെ ഇരിക്കുന്ന ഫ്ലവറിനെ ഇപ്പോൾ നമുക്ക് ഫീമെയിൽ പാർട്ട് മാത്രമേ ഉള്ളൂ. ഈ ഫീമെയിൽ പാർട്ടിൽ ഏതെങ്കിലും ഒരു ഫ്ലവറിൻ്റെ പോളൻ ഗ്രെയിൻ വന്ന് വീണാൽ പോരാ, നമുക്ക് വേണ്ട ഫ്ലവർ ഏതാണോ അതിൻ്റെ പോളൻ ഗ്രെയിൻ തന്നെ വന്ന് വീഴണം. അതിനുവേണ്ടി നമ്മൾ ഈ ഫീമെയിൽ പാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബട്ടർ പേപ്പർ പോലെ ഒരു പേപ്പർ വെച്ചിട്ട് നമ്മൾ ഈ ഫീമെയിൽ പാർട്ടിനെ നമ്മൾ കവർ ചെയ്ത് വെക്കും. സോ ദിസ് ഈസ് അവർ ബട്ടർ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും പേപ്പർ ഉപയോഗിച്ച് നമ്മൾ ഫീമെയിൽ പാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കവർ ചെയ്ത് വേണ്ടി വെക്കും, മറ്റ് പോളൻ ഗ്രെയിൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി. അങ്ങനെ എപ്പോഴാണോ ഈ ഫീമെയിൽ പാർട്ട് മെച്യൂർഡ് ആയി കഴിയുമ്പോൾ, സോ ഇതൊരു ഫ്ലവർ, ഈ നമ്മൾ ബാഗ് ചെയ്ത ഈ ഫീമെയിൽ പാർട്ട് എപ്പോഴാണോ മെച്യൂർഡായി വരുന്നത് അപ്പോൾ നമുക്ക് വേണ്ട മറ്റൊരു ഫ്ലവറിലെ മെയിൽ പാർട്ട്, ഇതാണ് നമുക്കിഷ്ടമുള്ള ഫ്ലവറിലെ മെയിൽ പാർട്ട്. ആ 2 പേരും കൂടെ തമ്മിൽ നമ്മൾ പോളിനേഷൻ നടത്തും. അങ്ങനെ പോളിനേഷൻ നടത്തി കഴിയുമ്പോൾ ഇപ്പോൾ നമുക്ക് വേണ്ട പ്ലാന്റിലെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പോളൻ ഗ്രെയിൻ നമ്മുടെ ബാഗ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലവറിൻ്റെ ഫീമെയിൽ പാർട്ടിൽ വന്ന് വീണു. എന്നിട്ട് ഈ ഫ്ലവറിനെ സ്യൂട്ടബിൾ പോളൻ ഗ്രെയിന് ഇതിൻ്റെ ഫീമെയിൽ പാർട്ട് വന്ന് ചെയ്തതിന് ശേഷം ഇതിനെ നമ്മൾ വീണ്ടും റീബാഗ് ചെയ്ത് വെക്കും. സോ ഇവിടെ നമ്മൾ സെക്കൻഡായിട്ട് ഫ്ലവറിനെ ഫീമെയിൽ പാർട്ടിനെ ബാഗിങ് ചെയ്തു, തേർഡായിട്ട്
റീബാഗ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇവിടെ ഇപ്പോൾ നമ്മുടെ പോളൻ ഗ്രെയിൻ നമുക്ക് വേണ്ട സ്യൂട്ടബിൾ പോളൻ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്ലവർ ഫർദർ പോളിനേഷനൊക്കെ നടത്തി ഫെർട്ടിലൈസേഷനൊക്കെ നടത്തി നമുക്ക് വേണ്ട സ്യൂട്ടബിൾ പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ്, ഈ മൊത്തം പ്രോസസ്സിനെയാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കുന്നത്. സോ എക്സാമിന് ചോദിക്കുക എന്താണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ, അതിലെ 3 മെത്തേഡ്സ് ഏതൊക്കെ, ഇമാസ്കുലേഷൻ, ബാഗിങ്, റീബാഗിങ്, ഈ 3 മെത്തേഡ്സിൻ്റെ പേരും ചോദിക്കും. സോ ഈ ചാപ്റ്ററിലെ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഈ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞ പാർട്ടിലെടുത്ത എംബ്രിയോ സാക്കിൻ്റെ കണ്ടിന്യൂവേഷനാണ്. സോ നമുക്ക് ഈ പാർട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഇതിൽ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ വരച്ച ഡയഗ്രാം നമുക്കൊന്നുകൂടെ വരയ്ക്കാം. നമ്മുടെ എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചറാണ് ഞാൻ വരയ്ക്കുന്നത്. എംബ്രിയോ സാക്ക് നമുക്കറിയാം, ഇത് സൈനേർജിഡ്, ഇതും സൈനേർജിഡ്, ഇത് നമ്മുടെ എക്സൽ, ഇത് 2 പോളാർ ന്യൂക്ലിയായി, പിന്നെ ഇത് ആൻറ്റിപോഡൽസ്, ഇത് 3 ആൻറ്റിപോഡൽസ് അല്ലേ. അതുപോലെ ഇത് നമ്മുടെ ചലാസൽ എൻഡ്, ഈ മേളിലത്തെ ഭാഗത്തിന് നമ്മൾ മൈക്രോ പൈലാർ എൻഡ് എന്ന് പറയും. സോ ഇവിടെ നമ്മുടെ പോളൻ ഗ്രെയിൻസ് നമ്മൾ പറഞ്ഞു, പോളൻ ഗ്രെയിൻ വന്ന് ലാൻഡ് ചെയ്യുന്നുണ്ട് ഫീമെയിൽ പാർട്ടിൽ. പോളൻ ഗ്രെയിൻസ് ലാൻഡ് ചെയ്യുമ്പോൾ ഫ്ലവറിലെ സ്റ്റിഗ്മ സ്റ്റൈല് വഴിയൊക്കെ വന്നിട്ടാണ് ഓവറിയിൽ മെയിൽ ഗമേറ്റ്സ് ഇതിൽ ഇങ്ങനെ വരുന്നുണ്ടല്ലേ. പോളൻ ഗ്രെയിൻ ഇവിടെ വന്ന് ലാൻഡ് ചെയ്തു, പോളൻ ഗ്രെയിൻസിലെ മെയിൽ ഗമേറ്റ്സ് സ്റ്റിഗ്മ സ്റ്റൈല് ഓവറി വഴി ഇവിടെ എത്തുക ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. അപ്പോൾ നമ്മുടെ പോളൻ ഗ്രെയിൻസിലെ മെയിൽ ഗമേറ്റ്സ് ഇങ്ങനെ ഇതിലേ വരുന്നുണ്ട്. അതിൽ ഒരു മെയിൽ ഗമേറ്റ്, ദിസ് ഈസ് വൺ ഓഫ് ദ മെയിൽ ഗമേറ്റ്, ഒരു മെയിൽ ഗമേറ്റ് ഇവിടെ നമുക്ക് ഫില്ലിഫോം അപ്പാരറ്റസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. മെയിൽ ഗമേറ്റ് ഫില്ലിഫോം അപ്പാരറ്റസ് വഴി സൈനേർജിഡ്സ് വഴി എക്സെല്ലിലെത്തി ഇവിടെയുള്ള എക്സെല്ലുമായിട്ട് ഈ ഒരു മെയിൽ ഗമേറ്റ് ഫ്യൂസ് ചെയ്യും. ഈ ഒരു മെയിൽ ഗമേറ്റ് എക്സെല്ലിലെത്തി ഫ്യൂസ് ചെയ്യും. എങ്ങനെ? ഒരു മെയിൽ ഗമേറ്റ് ഫില്ലിഫോം അപ്പാരറ്റസ് വഴി സൈനേർജിഡ്സ് വഴി എക്സെല്ലുമായിട്ട് ഒരു മെയിൽ ഗമേറ്റ് ഫ്യൂസ് ചെയ്യും. ഓക്കെ, ഇനി രണ്ടാമത് നമുക്കൊരു മെയിൽ ഗമേറ്റ് ഉണ്ടല്ലേ. ഈ ഒരു മെയിൽ ഗമേറ്റ് ഫീമെയിൽ പാർട്ടിലെ സ്റ്റൈല് വഴി ഈ മെയിൽ ഗമേറ്റ് ഇങ്ങനെ വന്ന് ഇവിടെയുള്ള പോളാർ ന്യൂക്ലിയായിട്ട് ഫ്യൂസ് ചെയ്യും. സോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മുടെ എംബ്രിയോ സാക്ക് ആണല്ലേ, ഈ മൊത്തത്തിൽ കാണിച്ചേക്കുന്നത് എംബ്രിയോ സാക്കാണ്. എംബ്രിയോ സാക്ക് എന്തിൽ നിന്നുണ്ടായ ഫങ്ഷണൽ മെഗാസ്പോറിൻ്റെ പ്ലോയിഡി എന്നായിരുന്നു. അപ്പോൾ എംബ്രിയോ സാക്കിൻ്റെ പ്ലോയിഡിയും എന്ത് തന്നെയാണ്? എന്നാണ്. സോ ഇവിടെയുള്ള ഓരോ സാധനത്തിൻ്റെയും പ്ലോയിഡി എന്നാണ്. അതായത് സൈനേർജിഡ്സിൻ്റെ പ്ലോയിഡി എന്നാണ്, എക്സെല്ലിൻ്റെ പ്ലോയിഡി എന്നാണ്, ആൻറ്റിപോഡൽസിൻ്റെ പ്ലോയിഡി എന്നാണ്. ഇവിടെയുള്ള ഓരോ പോളാർ ന്യൂക്ലിയയുടെയും പ്ലോയിഡി എന്നാണ്. ഇതിൻ്റെ പ്ലോയിഡി എൻ, ഇതിൻ്റെ പ്ലോയിഡി എൻ, ഇതിൻ്റെ പ്ലോയിഡിയും എൻ. അതേപോലെ മെയിൽ ഗമേറ്റ് അതിൻ്റെ പ്ലോയിഡിയും എന്താണ്? എൻ ആണല്ലേ. സോ ഈ ഒരു മെയിൽ ഗമേറ്റ് വന്ന് എക്സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പം വന്ന മെയിൽ ഗമേറ്റ് അതിൻ്റെ പ്ലോയിഡി എന്നാണ്, പ്ലസ് എക്സെൽ അതിൻ്റെ പ്ലോയിഡിയും എന്നാണ്. ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്നല്ലേ, അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സൈഗോട്ട്. സോ എന്നും കൂടെ കൂടിച്ചേർന്ന് കിട്ടുന്ന സൈഗോട്ടിൻ്റെ പ്ലോയിഡി എന്തായിരിക്കും? 2n ആയിരിക്കും. സോ ഈ മെയിൽ ഗമേറ്റും എക്സെല്ലും കൂടി ചേർന്ന് സൈഗോട്ട് കിട്ടുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസേഷൻ അതിനെ നമ്മൾ സിൻഗമി എന്ന് വിളിക്കും. ഇനി മറ്റൊരു മെയിൽ ഗമേറ്റ് ഇവിടെ വന്നിട്ടുണ്ടല്ലേ, 2 മെയിൽ ഗമേറ്റ്സാണ് വന്നത്. അതിൽ രണ്ടാമത്തെ മെയിൽ ഗമേറ്റ് അതിൻ്റെ പ്ലോയിഡിയും എന്നാണ്. ഈ മെയിൽ ഗമേറ്റ് പോയിട്ട് പോളാർ ന്യൂക്ലിയായിട്ട് ഫ്യൂസ് ചെയ്യും. 2 പോളാർ ന്യൂക്ലിയ ഉണ്ട്, ഒരു പോളാർ ന്യൂക്ലിയ അതിൻ്റെ പ്ലോയിഡി എൻ, മറ്റൊരു പോളാർ ന്യൂക്ലിയ ഉണ്ടല്ലേ അതിൻ്റെ പ്ലോയിഡിയും എൻ. സോ ഒരു മെയിൽ ഗമേറ്റ് സെൻറ്ററിലുള്ള 2 പോളാർ ന്യൂക്ലിയ, ഇവരുടെ എല്ലാവരുടെയും പ്ലോയിഡി എന്നാണ്. സോ ഇവർ 3 പേരും കൂടെ ചേർന്നിട്ട് എൻഡോസ്പേം എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാവും. സോ എൻഡോസ്പേമിൻ്റെ പ്ലോയിഡി എന്തായിരിക്കും? n+n+n. എൻഡോസ്പേമിൻ്റെ പ്ലോയിഡി 3n. സോ ഒരു മെയിൽ ഗമേറ്റ് പോളാർ ന്യൂക്ലിയ പ്ലസ് പോളാർ ന്യൂക്ലിയ, ഈ ഒരു ഫെർട്ടിലൈസേഷൻ നമ്മൾ വിളിക്കുന്ന
പേരാണ് ട്രിപ്പിൾ ഫ്യൂഷൻ. സോ ഒരു ഫ്ലവറിൻ്റെ കേസിൽ മാത്രം 2 ടൈപ്പ് ഓഫ് ഫ്യൂഷൻസ് നടക്കുന്നുണ്ട്. ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്, സിൻഗമി നടക്കുന്നുണ്ട്, ട്രിപ്പിൾ ഫ്യൂഷനും കൂടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഫ്ലവറിൽ നടക്കുന്ന ഫെർട്ടിലൈസേഷനെ നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഫ്ലവേഴ്സിൽ മാത്രമാണ് ഫെർട്ടിലൈസേഷനെ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ കാരണം ഫ്ലവറിൽ സിൻഗമിയും ട്രിപ്പിൾ ഫ്യൂഷനും നടക്കുന്നത് കൊണ്ടാണ്. ഇനി ഇതിൽ നമുക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം, ഇപ്പം നിങ്ങളൊരു കോക്കനട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ അതിങ്ങനെ പൊട്ടിച്ച് കഴിയുമ്പം നമുക്ക് കാണാൻ വേണ്ടി പറ്റും ചില കോക്കനറ്റിൽ ഇങ്ങനെ പൊങ്ങ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു വെള്ള കളറിൽ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ആക്ച്വലി ഈ പൊങ്ങെന്ന് പറയുന്നത് നമ്മുടെ എൻഡോസ്പേം ആണ്. ഈ എൻഡോസ്പേം ഇതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ എന്തുണ്ടാവുക, സൈഗോട്ട് ഉണ്ടാവുക. സോ എൻഡോസ്പേം 3n, സൈഗോട്ട് 2n. ഈ എൻഡോസ്പേമിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ സൈഗോട്ടിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നറിഷ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് എൻഡോസ്പേമിൻ്റെ പർപ്പസ്. അതേപോലെ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഫ്ലവർ എടുത്താൽ അതിൽ ഫീമെയിൽ പാർട്ടിൽ ഓവറിയാണ് ഫെർട്ടിലൈസേഷന് ശേഷം ഫ്രൂട്ടായി മാറുന്നത്. അതേപോലെ ഒവ്യൂളാണ് ഫെർട്ടിലൈസേഷന് ശേഷം സീഡായി മാറുന്നത്. സോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന ടോപ്പിക്കിൽ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ പ്രോഡക്ട്സ് അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ, അതായത് ഫെർട്ടിലൈസേഷന് ശേഷം ഉണ്ടാകുന്നതാണ് ഈ എൻഡോസ്പേമും ഈ സൈഗോട്ടും, അതുപോലെ ഓവറി ഫ്രൂട്ടായി മാറുന്നതും ഒവ്യൂള് സീഡായി മാറുന്നതും. ഇതൊക്കെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ അഥവാ ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം ഉണ്ടാകുന്ന പ്രോഡക്ട്സ് ആണ്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഡയഗ്രാം എക്സാംസിനൊക്കെ ചോദിക്കുന്നതാണ് ഡൈകോട്സിൻ്റെയും മോണോകോട്സിൻ്റെയും എംബ്രിയോൻ്റെ സ്ട്രക്ചർ. സോ ഡൈകോട്സ് എടുത്ത് നോക്കിയാൽ ഡൈ എന്ന് വെക്കുമ്പോൾ നമുക്കറിയാമല്ലേ, ഡൈകോട്സിന് 2 കോട്ട്ലിഡൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ പ്ലൂമ്യൂൾ, അതായത് സ്റ്റെം പാർട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഭാഗം, റാഡിക്കൽ, റൂട്ട് ക്യാപ്പ് ഉണ്ടാവും. ഇത് ബോട്ടത്തിലുള്ള പ്ലാന്റിൻ്റെ പാർട്ട്, അത് റൂട്ടൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന പാർട്സ്. പിന്നെ ഹൈപ്പോകോട്ടെ. അതുപോലെ തന്നെ മോണോകോട്സ് എടുത്ത് നോക്കിയാൽ മോണോ, അപ്പോൾ അവർക്ക് ഒറ്റ കോട്ട്ലിഡനെ ഉണ്ടാവത്തുള്ളൂ. ഒറ്റ കോട്ട്ലിഡനെ ഉണ്ടാവുള്ളൂ. ആ മോണോകോട്സിൻ്റെ കോട്ട്ലിഡന് പറയുന്ന പേരാണ് സ്ക്യൂട്ടെല്ലം. പിന്നെ കോളിയോപ്റ്റൈൽ, ഷൂട്ട് അപെക്സ്, ഈ ഒരു പാർട്ടിൽ നിന്നാണ് അവരുടെ സ്റ്റെം പാർട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ എപ്പിബ്ലാസ്റ്റ്, റാഡിക്കൽ, റൂട്ട് ക്യാപ്പ്, കോളിയോറൈസ്, ഈ ഒരു പാർട്ടിലാണ് റൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പാർട്സ്. സോ ഈ 2 ഡയഗ്രാംസ് എക്സാംസിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് നോക്കാം. ആദ്യം കൊടുത്തിരിക്കുന്നത് ആൽബുമിനസ് സീഡ്സ് ആണ്, പിന്നെ നോൺ ആൽബുമിനസ് സീഡ്സ് ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മൾ ചില കോക്കനട്ട് പോലെയുള്ള പ്ലാന്റ്സിൽ എൻഡോസ്പേം ഇങ്ങനെ ബാക്കിയുണ്ടാവും. എൻഡോസ്പേം ഞാൻ പറഞ്ഞു, നമ്മുടെ കോക്കനറ്റിലൊക്കെ കാണുന്ന പൊങ്ങ്, അതിനാണ് എൻഡോസ്പേം എന്ന് പറയുന്നത്. സോ ഇങ്ങനെ എൻഡോസ്പേം ബാക്കിയായിട്ട് നിൽക്കുന്ന ചില സ്പീഷീസ് കാണും. അങ്ങനെയുള്ളവരെയാണ് ആൽബുമിനസ് അല്ലെങ്കിൽ എൻഡോസ്പേമിക് എന്ന് വിളിക്കുന്നത്. ഇനി ചില പ്ലാന്റ്സിൽ ഈ എൻഡോസ്പേം ബാക്കി ഉണ്ടാകത്തില്ല. കാരണം സൈഗോട്ട് അത് വളരുമ്പോൾ മുഴുവനായിട്ടും അത് കൺസ്യൂം ചെയ്തിട്ടുണ്ടാകും. ഈ പ്ലാന്റ്സിലൊക്കെ സൈഗോട്ട് അത് എൻഡോസ്പേം അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും സൈഗോട്ട് അത് മുഴുവനായിട്ടും എൻഡോസ്പേമിനെ കൺസ്യൂം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് എൻഡോസ്പേം ഇങ്ങനെ ബാക്കിയുണ്ടാവും. ആസ് ഇൻ കേസ് ഓഫ് കോക്കനട്ട്, മെയ്സ്, കാസ്റ്റർ, ഇതിലൊക്കെ കാണുന്നത് പോലെ. പക്ഷെ നോൺ ആൽബമസിൽ സൈഗോട്ട് അതിന് വളരാൻ വേണ്ടി എൻഡോസ്പേമിനെ മുഴുവനായി കൺസ്യൂം ചെയ്യും. അപ്പോൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ എൻഡോസ്പേമിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റത്തില്ല. അതിന് എക്സാമ്പിളാണ് പീ, ബീൻ, ഗ്രൗണ്ട് നട്ട് പോലുള്ളതാണ് നോൺ ആൽബുമിനസ് അല്ലെങ്കിൽ നോൺ എൻഡോസ്പേമിക് എന്ന് അതിൻ്റെ എക്സാമ്പിൾ. പിന്നെ അടുത്ത നമുക്കുള്ളത് പെരിസ്പേം ആണ്. സോ പെരിസ്പേം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ച ന്യൂസെല്ലസ് എന്താണ് എന്നുള്ളത് ഒന്നുകൂടെ റീകോൾ ചെയ്തെടുക്കുക. സോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഓവ്യൂൾ എടുത്താൽ ന്യൂസെല്ലസ്, ഔട്ടർ ഇന്നർ ഇൻറ്റഗുമെൻസ് 2 ഔട്ടർ ഇൻറ്റഗുമെൻസ്. സോ ഈ പ്ലാന്റ് ഫുള്ളായിട്ട് ഫെർട്ടിലൈസേഷനൊക്കെ നടന്നു കഴിയുമ്പോൾ കുറച്ച് പാർട്ട് ഓഫ് ദി ന്യൂസെല്ലസ് ബാക്കിയായിട്ട് റിമെയിൻ ചെയ്യുന്നുണ്ടാവും. സോ ആ ബാക്കി വരുന്ന ന്യൂസെല്ലസിനെ, ഫെർട്ടിലൈസേഷന് ശേഷം ബാക്കി വരുന്ന ന്യൂസെല്ലസിൻ്റെ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെരിസ്പേം. സോ ഇറ്റ് ഈസ് ദ
remnants of nucellus after fertilization. സോ ഇങ്ങനെ നമുക്ക് ചില പ്ലാന്റ്സിലൊക്കെ കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ എക്സാമ്പിളാണ് ബ്ലാക്ക് പെപ്പർ. പിന്നെ നമുക്കുള്ളത് സീഡ് കോട്ടാണ്. ഇവിടെ ഞാൻ പറഞ്ഞു നമ്മുടെ ന്യൂസെല്ലസ് ഇന്നർ ഇൻറ്റഗുമെൻറ്റ്സ് 2 ഔട്ടർ ഇൻറ്റഗുമെൻറ്റ്സ് 2. സോ ഈ ഇന്നർ ഇൻറ്റഗുമെൻറ്റും ഔട്ടർ ഇൻറ്റഗുമെൻറ്റ്സുമാണ് ഫെർട്ടിലൈസേഷന് ശേഷം സീഡ് കോട്ടായിട്ട് മാറുന്നത്. സോ ദാറ്റ്സ് വാട്ട്സ് നോൺ അബൌട്ട് സീഡ് കോട്ട്. പിന്നെ അടുത്ത് നമുക്ക് ട്രൂ ഫ്രൂട്ടും ഫാൾസ് ഫ്രൂട്ടുമാണ്. ട്രൂ ഫ്രൂട്ട് ഒന്നുമില്ല, ഞാൻ പറഞ്ഞു ഫെർട്ടിലൈസേഷന് ശേഷം ഓവറിയാണ് ഫ്രൂട്ടായിട്ട് മാറുന്നെങ്കിൽ അത്തരത്തിലുള്ള ഫ്രൂട്ട്സിനെയാണ് നമ്മൾ ട്രൂ ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഫാൾസ് ഫ്രൂട്ട് എന്ന് വെച്ചാൽ ഓവറി അല്ലാതെ ഫ്ലവറിൻ്റെ തലാമസിൽ നിന്നുമാണ് ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഫ്രൂട്ട്സിനെയാണ് ഫാൾസ് ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. ഇനി പാർത്തനോകാർപ്പി എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് ഓവറിക്ക് ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ ഓവറി ഫ്രൂട്ടായിട്ട് മാറും. ആ ഒരു പ്രോസസ്സിന് അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ട്സിനെയാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് വിളിക്കുന്നത്. സോ ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രൂട്ട്സ് ഫ്രം ഓവറി വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, സച്ച് ഫ്രൂട്ട്സ് ആർ കോൾഡ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. സോ നമ്മൾ കഴിഞ്ഞ പോർഷനിൽ നമ്മൾ പഠിച്ചിരുന്നല്ലേ, പോളൻ ഗ്രെയിൻസ് ഇത്ര പീരീഡ്സിലേക്ക് അതിനെ നശിച്ചു പോകാതെ നിൽക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ സീഡ്സിനും ഉണ്ട്. ഇപ്പോൾ ലൂപ്പൈൻ, ആർട്ടിക് ടുൻഡ്ര പോലെയുള്ള പ്ലാന്റ്സിൻ്റെ സീഡ്സിന് 10,000 ഇയേഴ്സോളം നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ ഡേറ്റ് പാം, ഈത്തപ്പഴം, ഇവരുടെയൊക്കെ സീഡ്സിന് 2000 ഇയേഴ്സോളം നശിക്കാതിരിക്കാൻ വേണ്ടി പറ്റും. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന ഒരു ടോപ്പിക്കാണ്. സോ ഈ ടേംസ് ഒക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഇതിൻ്റെ എക്സാമ്പിൾസും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അതും ഒന്ന് വായിച്ചു പോകാട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മെയിൽ പാർട്ട് ഓഫ് ദി ഫ്ലവർ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് മെഗാസ്പൊറാഞ്ചിയം എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. ഈ മെഗാസ്പൊറാഞ്ചിയത്തിന് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ടാണ് 4 മെഗാസ്പോർസ് ഫോം ചെയ്യുന്നു. അതിൽ 4 മെഗാസ്പോർസ് ഫോം ചെയ്യുന്നതിൽ 3 ഡീജനറേറ്റ് ചെയ്തു പോകുന്നു. അതിൽ ഒരെണ്ണം ഫർദർ ഡെവലപ്മെൻറ്റ് നടത്തി നമ്മുടെ എംബ്രിയോ സാക്കായി മാറുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയായിരുന്നു മെഗാസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ മെഗാസ്പോർ മദർ സെൽ എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ പ്ലോയിഡി 46-2N ആണ്. അപ്പോൾ മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ ഫോം ചെയ്യുന്ന ഓരോ മെഗാസ്പോറിൻ്റെയും പ്ലോയിഡി N ആണ്. അതിൽ 3 ഡീജനറേറ്റ് ചെയ്തു പോയി. പിന്നീട് ഉണ്ടായിരുന്ന ഒരു ഫങ്ഷണൽ മെഗാസ്പോർ, അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോ സാക്ക്, ഇതിൻ്റെ പ്ലോയിഡി N ആയതുകൊണ്ട് ഫർദർ ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോ സാക്കിൻ്റെ പ്ലോയിഡിയും N ആയിരിക്കും. സോ പിന്നെ ഫോം ചെയ്യുന്ന എംബ്രിയോ സാക്കിലെ ഓരോ സാധനത്തിൻ്റെ പ്ലോയിഡിയും N ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. സോ ഇതാണ് നമ്മൾ കഴിഞ്ഞ പോർഷനിൽ നിന്ന് പഠിച്ചത്. പക്ഷേ ഇവിടെ നമുക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്ന ഒരു പോർഷനാണ് അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. സോ അപ്പോമിക്സിസിൻ്റെ ഷോർട്ട് ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ: ഡെവലപ്മെൻറ്റ് ഓഫ് സീഡ്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷന് പാർത്തനോകാർപ്പി എന്ന് പറഞ്ഞു. അതേപോലെ ഡെവലപ്മെൻറ്റ് ഓഫ് സീഡ്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷന് അപ്പോമിക്സിസ് എന്ന് പറയുന്നു. സോ ഈ പ്രോസസ്സ് എന്താണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു, നമുക്ക് ന്യൂസെല്ലസിൻ്റെ ഉള്ളിൽ മെഗാസ്പോർ മദർ സെൽ ഉണ്ട്. അതിൻ്റെ പ്ലോയിഡി 46 ആണ്, 2N ആണ് നമ്മൾ പറയുന്നു. ഇവിടെ നമുക്ക് എന്താ സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചാൽ ഇവിടെ മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നില്ല. മിയോട്ടിക് ഡിവിഷൻ നടക്കാതെ നേരെ മെഗാസ്പോർ മദർ സെല്ല് എംബ്രിയോ സാക്കായിട്ട് മാറുകയാണ്. സോ മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മെഗാസ്പോർ മദർ സെല്ലിൻ്റെ പ്ലോയിഡി 2N ആണെങ്കിൽ ഫർദർ മിയോട്ടിക് ഡിവിഷൻ നടക്കാതെ ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോ സാക്കിൻ്റെ പ്ലോയിഡിയും 2N ആയിരിക്കും. അതിലുള്ള ഓരോ സാധനത്തിൻ്റെ പ്ലോയിഡിയും 2N തന്നെയായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇതിലുള്ള എക്സെല്ലിൻ്റെ പ്ലോയിഡി എത്ര തന്നെയായിരിക്കും? 2N തന്നെയായിരിക്കും. സോ ഈ എക്സെല്ലിൽ നിന്ന് ഫെർട്ടിലൈസേഷൻ നടക്കാതെ നേരിട്ട് നമ്മുടെ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നു, ഫർദർ ഡെവലപ്മെൻ്റ് ഒക്കെ നടക്കുന്നു. സോ ഇവിടെ എന്ത് നടക്കുന്നില്ല? സോ എന്താണ് നമ്മുടെ അപ്പോമിക്സിസിൻ്റെ പ്രത്യേകത? അപ്പോമിക്സിസിൽ മിയോട്ടിക് ഡിവിഷനും നടക്കുന്നില്ല, ഫെർട്ടിലൈസേഷനും നടക്കുന്നില്ല. നേരിട്ട് മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് എംബ്രിയോ സാക്ക് ഉണ്ടാകുന്നു. അതിൽ എക്സെല്ലിൽ നേരിട്ട് ഫെർട്ടിലൈസേഷൻ ഒന്നും നടക്കാതെ എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്പോമിക്സിസ്.
എംബ്രിയോസാസേ ഫാമിലി അല്ലെങ്കിൽ ഗ്രാസ് ഫാമിലി, ഈ സ്പീഷീസിലൊക്കെയാണ് നമുക്ക് ഈ അപ്പോമെക്സിസ് എന്ന് പറയുന്ന ഫെർട്ടിലൈസേഷൻ നടക്കാത്ത, മിയോട്ടിക് ഡിവിഷൻ നടക്കാത്ത പ്രോസസ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് നമ്മുടെ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള പോളി എംബ്രിയോണി. പോളി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ഒന്നിൽ കൂടുതൽ എംബ്രിയോസ് ആണ്. സോ നമുക്കറിയാം നമ്മുടെ ന്യൂസെല്ലാ സെൽസ്, ഇന്നർ ഇൻ്റർമെൻസ്, ഔട്ടർ ഇൻ്റർമെൻസ്, ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ എംബ്രിയോ സാക്കസ് അല്ലേ. അപ്പോൾ എംബ്രിയോ സാക്ക് നമ്മൾ നേരത്തെ പഠിച്ചു. എംബ്രിയോ സാക്ക് ഫെർട്ടിലൈസേഷൻ, ഡബിൾ ഫെർട്ടിലൈസേഷൻ ഒക്കെ നടന്ന് അതിൻ്റെ ഉള്ളിൽ സൈഗോട്ട് ഫോം ചെയ്യുന്നു. സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറുന്നു. ഇവിടെ ഒരു സൈഗോട്ട് ഉണ്ടാവും, ആ സൈഗോട്ട് ഫർദർ എംബ്രിയോ ആയിട്ട് മാറും. സോ ഇത് കൂടാതെ ഇത് നമ്മുടെ ന്യൂസെല്ലാ റീജൻ ആണ്. ന്യൂസെല്ലാ റീജനിൽ ഒരുപാട് സെൽസ് ഇങ്ങനെ ഉണ്ടാവും. ഈ ന്യൂസെല്ലാ റീജനിലെ ചില സെൽസും അവരും എന്തായി മാറും, ഒരു എംബ്രിയോ ആയിട്ട് മാറും. സോ ഇവിടെ ഓൾറെഡി എംബ്രിയോ സൈക്കിളിലുള്ള സൈഗോട്ട് എംബ്രിയോ ആയി മാറി. അത് കൂടാതെ ന്യൂസെല്ലാ റീജിയനിലുള്ള ചില സെൽസും എംബ്രിയോ ആയിട്ട് മാറും. അപ്പോൾ ഒന്നിൽ കൂടുതൽ എംബ്രിയോസ് ഫോം ചെയ്യും. ഈ ഒരു കണ്ടീഷനെയാണ് പോളി എംബ്രിയോണി എന്ന് പറയുന്നത്. സിട്രസ്, മാംഗോ ഇവയൊക്കെയാണ് പോളി എംബ്രിയോണിക്ക് എക്സാമ്പിളായിട്ട് വരുന്നത്. ഓക്കെ, സോ ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് പെറ്റൽ പേജസ് എന്നുള്ള നമ്മുടെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻസ് വഴി എന്നെ അറിയിക്കാം. സോ ഗുഡ് ബൈ. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.